US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സുരക്ഷാ വലയങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ ഇപ്പോൾ കൂടുതൽ ചർച്ചയാവുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം ട്രംപിന് നേരെയുണ്ടായ വെടിവെപ്പ് ശ്രമത്തിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാൻ, ഒരു വെടിയുണ്ട പോലും തുളച്ചു കയറാൻ ഈ ഒരു സുരക്ഷാ സംവിധാനം അനുവദിച്ചില്ല എന്നതായിരുന്നു വസ്തുത. അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതായത് പ്രസിഡന്റിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ രഹസ്യ പാലകരാണ് യുണൈറ്റഡ് സ്റ്റേറ്റ് സീക്രട്ട് സർവീസ് എന്നറിയപ്പെടുന്നത്. ഈ ഒരു സർവീസ് മുഖാന്തരം അദ്ദേഹത്തിന്റെ സുരക്ഷ വലിയ രീതിയിൽ ഒരു വലിയ കവചമായി തന്നെ ഇവർ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം ഇത് രൂപീകൃതമായത് ഏകദേശം 1865 അതായത് വ്യാജ കറൻസികളെ നേരിടാൻ വേണ്ടിയാണ് ആദ്യമായി തന്നെ ഈ ഒരു ഏജൻസി അവിടെ രൂപീകൃതമാകുന്നത്. 1901 വില്യം മിക്ലിവി എന്ന ആ ഒരു നേതാവ് കൊല്ലപ്പെട്ടതോടുകൂടിയാണ് പ്രസിഡന്റിന്റെ സുരക്ഷാ ചുമതല ഇവർ ഏറ്റെടുക്കുന്നത്. നിലവിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, അവരുടെ കുടുംബാംഗങ്ങൾ, സന്ദർശനത്തിനെത്തുന്ന ലോക നേതാക്കൾ എന്നിവർക്ക് സീക്രട്ട് സർവീസ് 24 മണിക്കൂറും സുരക്ഷ നൽകുന്നുണ്ട്. ഏകദേശം 3200 സ്പെഷ്യൽ ഏജന്റുമാരും ഓഫീസർമാരും അടങ്ങുന്ന സംഘമാണ് പ്രസിഡന്റിന് കാവൽ നിൽക്കുന്നത്.